സോൻമാർഗ് ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട്. സോൻമാർഗ് ഒന്ന് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പാസ്സാകാൻ പറ്റും. പിന്നെ മുമ്പോട്ട് എന്നാ വന്നാലും എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ പോലും ഒന്നുമല്ല അത് ലൈഫിൽ. ചെറുതായിട്ട് ഈ പനി വീഴുന്നു, ഇതിങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. അത് എപ്പം വേണമെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റുകൾ മാറാം. പക്ഷേ എത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ പറയുന്നത് ആരൊക്കെയാണേലും ഒരു അത്യാവശ്യം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെ കാണാതെ മരിക്കുന്നത്, നമ്മൾ ഒരു ദിവസം എന്തായാലും മരിക്കും അല്ലേ? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ദിവസം മരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ മരിക്കുന്നവരുണ്ട്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നവരുണ്ട്, വീട്ടിൽ ഇരുന്നാലും മരിക്കുന്നവരുണ്ട്. സോ ഞാൻ എന്നാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടിട്ട് മരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് മരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറേ ആൾക്കാർ വന്ന ആൾക്കാരുകളുണ്ട്, പക്ഷെ അവർ വരുന്ന സീസണും ടൈമിങ്സും എല്ലാം വേറെ വേറെ രീതിയിലായിരിക്കും. ഇവിടെ നിങ്ങൾ ഓരോ ദിവസം വന്നു ചെയ്യുന്നിടത്തും ഓരോ രീതിയിലായിരിക്കും ഉള്ളത്. ഇവിടെ കാർഗിൽ ಯಾರು ಅವ್ ಎತ್ತ ಮಾಡೋದೈತನ ನಿಕ್ಲು ಮದುವೆಲ್ಲ ಆವಡ್ಚಿ ಇಲ್ಲೆಲ್ಲ ಕಟ್ಟೊಡ್ಚಿ ಕಾಸೆಲ್ಲ ಸಂಪಾದಿಸೋಡ್ಚಿ ಸೈಪುಣೆಗೆ ಇಲ್ಲ ಇತ್ತನಲ್ಲ ಸೈಪಾರು ಸೈಪುಣೆಗೆ ಮುಂದೆಂತದ್ದು ಸೈಲಿ ಒಲಣ್ಣ ಗ್ಲಾಸ್ ಇತ್ತನೆ ಎತ್ತೋನೆ ಧೂಳುಂಡು ഒലണ ഗ്ലാസ് ഇത്തന്നെ എത്തോന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഇപ്പം വെയിലടിച്ചുകൊണ്ട് പൊടി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ക്യാമറ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യം. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നു കൊണ്ടല്ല നമ്മുടെ ജീവിതം തന്നെ വെറും ഒരു ശൂന്യമായി. നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതൊരു വെറും നഷ്ടമായി പോയേനെ. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സംഭവം നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ ഗാഡി, പിന്നെ അതിന് എന്നാ പറഞ്ഞിട്ട് എന്നാ കാണിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നോക്ക്, വെടിവെത്തു അവനവിടുന്ന് ഞങ്ങൾക്ക് വഴി മാറിപ്പോയതാ. വെടിവെടുത്തോണ്ട് വന്നിട്ടായി. ഇപ്പം വെടിവെച്ച് കൊന്നേനെ. എന്നുവെച്ചാൽ വെടിവെത്തം പറ്റത്തില്ല. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് എങ്ങോട്ടാ വഴിയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് കയറിയതാ. അന്നേരത്തേനും തോക്കെടുത്തോണ്ട് വന്നിട്ടായി, റൈഫിൾ എടുത്തോണ്ട്. അയ്യോ, എന്തൊക്കെയാ ഇതിനെ പറയുന്നത്? ഞാനിപ്പോഴേ ടോണി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ആലോചിക്കുക. ഒന്നും നേടിയിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെ കണ്ടിട്ട് ചത്താലേ കാര്യമുള്ളൂ. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് കണ്ടല്ലോ, ഇനി ചത്താലും കുഴപ്പമില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അല്ലാതെ എന്ത് പറയാനാ. അവിടെ മഞ്ഞ് നോക്കിയേ. ബറഫ്, പൂരാ ബറഫേ, പൂരാ ബറഫേ. നമ്മൾ അവിടെ അങ്ങനെ നിർത്താതെ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെടി വെച്ചാൽ കേട്ടാ. അയ്യോ, അമര ഓർത്തുകൊണ്ട് നമ്മളെന്തേലും ഇട്ടിട്ട് വരുന്നതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും. ആ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കേ. വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. എന്താ ഇപ്പം ഇതിനൊക്കെ പറയുന്നേ? வந்து
ബർസ ബർസ മഴ തൂളുന്നുണ്ട്. അതെല്ലാം മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്നതാണേ കാണുന്നത്. ആ വെള്ളമെല്ലാം പിന്നെയും ഫ്രീസായി. താഴോട്ട് വെള്ളം വന്നുകൊണ്ടായിരുന്നപ്പോൾ അത് ഫ്രീസായതാ കാണുന്നത്. നോക്കിക്കേ എന്തല്ലേ, അയ്യോ. ആകാശം ദൂരെ എന്നത് നുണയല്ലേ, ആശിച്ചാൽ ഇന്ദ്രലോകം സത്യ. നമ്മൾ ആശിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. ഇത് വെറും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നപ്പം തോന്നിയൊരു തോന്നല ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ച്. ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ മുകളിലോട്ട് കയറുന്നതോട് എൻ്റെ ബ്യൂട്ടി കൂടി വരും. പിന്നെ മഞ്ഞങ്കട്ടയിൽ ഞങ്ങൾ ഇന്ന് ഉരുളും. കാർഗിലിൽ മഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ മഞ്ഞിനകത്ത് ഉരുളും, ഞങ്ങൾ ആ മഞ്ഞിനെ തൊടും. എന്താ പറയുക, ക്യാമറയിൽ ഇത് എന്തുമാത്രം കിട്ടുന്നുണ്ടെന്നോ എത്രയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ചുമ്മാ പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിലോട്ട് നോക്കുന്നില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ ആ ക്യാമറയിലോട്ട് നോക്കിയാൽ എനിക്കത് വലിയ നഷ്ടമാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ബൈക്ക് ഓടിക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. നമ്മൾ ഈ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും. പക്ഷേ വണ്ടിയിലാന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോയാൽ വലിയ കൊക്കയാണ്. ഇതൊന്നും കൊക്കയൊന്നും അല്ല, ആയിട്ടില്ല കേട്ടാ. ഇനി വലിയ കൊക്ക വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിലും വലുത് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ബാറ്ററിൽ അല്ല, എൻ്റെ ഗോപ്രോയിൽ ഇനി സ്പേസ് ഇല്ല. അത് 5 പാട്. ഓ ഒലണ്ട പോടണമെങ്കിൽ സൈഡ് പാട് നിർത്തുക. അമ്മ ഇത് കണ്ടാ നിങ്ങൾ എന്താ ഇതിനൊക്കെ പറയുന്നത്? ഇതിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാനിപ്പോഴാണ് വണ്ടി നിർത്തി, ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയേക്കുക. പക്ഷെ ഇതിലങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ ക്യാമറയ്ക്കകത്ത്.
പക്ഷേ നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത ബ്യൂട്ടിയാണ്. എന്താ പറയുന്നത്, ക്യാമറ ലെൻസിൽ എന്തെങ്കിലും നോക്കിയിട്ടില്ല. ഞാൻ സൂം ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സൂം ചെയ്താൽ കിട്ടേണ്ടതാണ്. Yeah. എവിടെ നോക്കിയാലും മഞ്ഞ്, എവിടെ നോക്കിയാലും മഞ്ഞ്. ഇവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടല്ലോ. റോഡ് മൊത്തത്തിൽ ബ്ലോക്കാ. എന്താ സംഭവം എന്നറിയത്തില്ല. നോക്കാം. താഴോട്ടുള്ള കുഴി കണ്ട, 1.5 കുഴിയാ. ചെറുതായിട്ട് മഞ്ഞ് കയറുന്നുണ്ട്. മഞ്ഞ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവി പോണക്ക് പറക്കുന്ന മഞ്ഞില്ല. അതിനെന്നാ പറയുന്നത്? തുക എന്നുവെച്ചാൽ ഈ സൈഡ് ഇച്ചത് ഇത് കല്ലൂറ മിത്തത് പോകുന്ന ഇപ്പതാ. എന്നെ നടത്തില്ല, റോഡ് ബ്ലോക്കാ. ഒന്ന് കയറി നോക്കട്ടെ. ആർമിക്കാരുണ്ട് കേട്ടോ, ആർമിക്കാരുണ്ട്. എൻ്റെ അമ്മേ താഴോട്ട് വലിയ കുഴിയാ. ಹಿಮೇಟು ಈ ಸೈಡ್ ಬೈಕದ ಕ್ಲಿಯರ್ಲ ತೋಜೋನಿದ್ದೀರ ಅಂಚನೆ ಯಾರೋ ನಮ್ಮ ಎದುರ್ಬೋದು. പാട് പാട്. വണ്ടി കേടായതാന്ന് തോന്നുന്നു കേട്ടോ. പോയി 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 നമ്മ ബാക്കിയപ്പോൾ വണ്ടി ബ്ലോക്കായതാ. പിന്നെ ഇവിടെ കയറാൻ നേരത്ത് നമ്മുടെ വണ്ടിക്ക് പവർ കുറയും കേട്ടോ. പാട് താട്ടുള്ള കുഴി നോക്കി മനസ്സിലാവുന്നുണ്ടോ? താട്ടുള്ള കുഴി പിരാടു പോപ്പണ പൊടിച്ചാന്ന് ಅಂತ ವೇಟ್ ಮಾಡ್ತದೆ ಹೋಗ್ಬಿಟ್ಟೆ ನಾನು. ಕೊರು ಸೀದಾ ಆಯ್ತು ದೊಡ್ಡ പാടുപാട് ദാത് വെച്ച് കുറ് ആയ പറപ്പിച്ചെന്നെ പിറ. അപ്പം അങ്ങനെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. നോക്ക് ഭൂമിയിലെ സ്വർഗം. അങ്ങനെ മരിച്ചു കഴിഞ്ഞ സ്വർഗം എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ മുകളിൽ നിന്നൊരു കല്ല് വീണ് തല വീണ് ചത്താലും കുഴപ്പമില്ല. സത്യം. ഇനി നമ്മളെവിടെ കാർഗിൽ പോലും എത്തിയിട്ടില്ല കേട്ടോ. കാർഗിൽ പോലും എത്തുന്നതിന് മുമ്പാ നമുക്ക് നല്ല വെതറും കിട്ടി, മഴയില്ല ഇതുവരെ. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. മഞ്ഞ് കണ്ട, മഞ്ഞ് അവിടെ എന്താ സണ്ണെന്നൊക്കെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആരോ എഴുതി വെച്ചിട്ട് പോയതാ. ബൈക്കിനൊന്നും തന്നെ ആയിരിക്കും. എവിടെ നോക്കിയാലും മഞ്ഞ്. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാനെല്ലാം ഊരി വെച്ചു. ഈ കാണുമ്പോൾ വേറെ ഒന്നും എനിക്ക് ഫീൽ ആവുന്നില്ല. ഇത് തണുപ്പ് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ആവുന്നില്ല. ഗിയർ ചേഞ്ച് പോലത്ത് പോയാ ഇതെല്ലാം ബ്ലാക്ക് ഐസാണ്. അത് ബ്ലാക്ക് ഐസ് ഇപ്പോൾ റോഡിലും വീഴും. റോഡിൽ നീങ്ങുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ഭയങ്കരമായിട്ട് തെന്നാൻ തുടങ്ങും. ഇനി കാണാൻ കിടക്കുന്നുള്ളൂ. എവിടെല്ലാം വീഴുമോ എന്തെല്ലാം ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തു വന്നാലും ഒരു പ്രശ്നവുമില്ല. ഞാനൊന്ന് സൂം ചെയ്യാം. എൻ്റെ അമ്മേ ഇത് കാണും, ഇത് നിങ്ങൾ കാണണം. കണ്ടാ നമ്മുടെ തലയ്ക്ക് മേലെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്താട്ടാ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് വന്നിട്ട് ലഡാക്കിലേക്ക് പോകുന്നത് എനിക്ക് 2 സൈഡും ഐസും സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഐസ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കൂലേ,
രണ്ട് സൈഡും ഐസും. അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ നമ്മൾ പോകാനുള്ളതെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ നമുക്കിത് കിട്ടുമോ ഇല്ലോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ഇതെല്ലാം ഐസാ, തലയ്ക്ക് മുകളിൽ ഐസുള്ള. ഇതെങ്ങനെ ക്യാമറയിൽ എങ്ങനെ കാണുമോ ദൈവത്തിനറിയാം. ഐസാ ആ ഇവിടെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ അത് അവർ ഐസ് മാറ്റിയിട്ടേക്കുന്നതാണേ. ഉണ്ടോ രണ്ട് സൈഡും കുറച്ച് ഐസ് ഇട്ടേക്കുന്നുണ്ടോ. അത് ഐസ് വീണ് റോഡ് ബ്ലോക്കായപ്പം ആ സാധനം ഈ മിഷൻ വെച്ചാണ് ഐസ് മാറ്റുന്നത്. ഈ മിഷൻ്റെ ഐസ് ഒന്ന് നോക്കണം. അതിനുവേണ്ടി അവിടെ ഇങ്ങനത്തെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ, ഇങ്ങനത്തെ വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ടാവും കൂടുതലായിട്ട് ഐസ് വീഴുന്നിടത്ത്. ഇതിങ്ങനെ അങ്ങോട്ടും കൊണ്ടും പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ഐസ് മാറ്റുന്ന സമയത്താണ്. ഈ രാത്രിയിൽ ഓട്ടം കുറവല്ലേ, വണ്ടി ഓട്ടം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ക്ലിയറായിട്ട് അറിയത്തില്ല കേട്ടോ വണ്ടി പോകാൻ വിടുമെന്നുള്ളത്. അപ്പം നേരം വെളുക്കാനാകുമ്പോഴത്തേന് ഇതെല്ലാം കൂടി ഒഴിവാക്കും. കണ്ടോ ഇതിനടിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. അതെ దాదా ఈ దాదా అవుతుందిలే నాన్న పని జామండ ఏం జామండి కై ఏం చేయమవుతున్నాడు దాయ్ ఏం దాదా ఉండవని జారనుండ కారా ഞാൻ പത്തൊന്ന് വിടൂ. ആ ಒಂತು ಈಗ ಜಪ್ಪರಪ್ಪಣ ಬಂದು ಹೋಗ್ತದೆ. ಜಪ್ಪರಪ್ಪಣ ಬಂದು ಹೋಗ್ತದೆ. ಜಪ್ಪು ಸುದ್ದಿ ಹ್ಯಾಂಡ್ ಸೈಟ್ ಉಂಟು, ಹ್ಯಾಂಡ್ ಸೈಟ್ ಉಂಟು. ಹಾಂ ಜಪ್ಪು ಜಪ್ಪು ಜಪ್ಪಿಯಾ ಜಪ್ಪು ಜಪ್ಪುನಂತ ಜಪ್ಪು. ಹಾಂ ಒಂಚಿಲ್ಲ ಜಪ್ಪು ಹೌದಾ ಬೇತ ಗಾಡಿದ ಪತಮ್ ಬಿಡು. కారు మసిల్ కేచాపండా, కారు మసిల్ కేచాపండా ఇంచ ಹೊರ ಇಂಚ 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 ಮಲ್ತೋನು ಕಾರು ಅವ್ರು ಮಲ್ತೋನು ವಾರ ಮಲ್ತೋನು ബടിച്ച് ഇപ്പം അവൻ്റെ കാല് മസിൽ കയറിയിട്ട് അവന് വണ്ടി എടുക്കാൻ പറ്റാതെ പോയി. അപ്പം ഞാൻ അവിടെ നിർത്ത് മാറ്റി കൊടുത്ത ഐസ് തൂന്ന് പോയാ ഈ ഗോഡയാക്കൊന്ന് പോവാ മുജാസിത്തെ. അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മസിൽ കയറി. അപ്പോൾ അവനവിടുന്ന് ഒരു ചെറിയൊരു വാട്ടർ ക്രോസിങ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റില്ല. ആലിപ്പഴമാണോ മഞ്ഞാണോ എന്തൊക്കെയോ വീഴുന്നുണ്ട് മുകളിൽ. മഴയാണെങ്കിൽ പെട്ട് വീട്ടിലും കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഐസാ കേട്ടോ. ഇതുകൊണ്ട് ഐസിൻ്റെ വലിയ മലയാണ്. നമ്മൾ വണ്ടി നിർത്തേക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ. ലേറ്റാക്കിയാൽ നമുക്ക് പണി കിട്ടും, മഴ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതല്ല നമ്മൾ കൂടുതൽ ലേറ്റാക്കുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ പോയിട്ട് വരാൻ പറ്റിയായിരുന്നാൽ മതിയായിരുന്നു. കണ്ടോ ಸಂಸಾರಿಕ നേരത്ത് ಜಾಸ್ತಿ ಪಾತ್ರೆನಾಗ ನಮಗೆ ಒಂಥರ ಜಾಸ್ತಿ ನಮ್ಮ ಏರ್ದು ತೊಂದಿಲ್ಲ അതാ ഓക്സിജൻ ലെവൽ കമ്മിയാത്തുന്നു. ഇവിടെ നമ്മൾ സംസാരിക്കും നമ്മൾ കൂടുതൽ ശ്വസിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഓക്സിജൻ ലെവൽ കുറവായത് കൊണ്ടാണ്.
കുറഞ്ഞപ്പോൾ കുറഞ്ഞു വരും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട്. നമ്മൾ ആർമിക്കാരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓക്സിജൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മൂളി വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം നമ്മൾ അവസാനം കാർഗിൽ ചുരം കയറിയിരിക്കുന്നു. ഐസ് തെപ്പിയ കുറച്ച് കട്ടിയുള്ള ഐസ് കേട്ടോ. ഓക്കെ, ഫുൾ ഹാപ്പി. ഒന്നും പറയാനില്ല മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ ഉള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് ഇവിടെയൊക്കെ വന്നത് കാട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണത്തോടാണ്. കണ്ടവർക്കും ആണെങ്കിലും മടുക്കത്തില്ല കേട്ടോ. ഞാൻ ഇത് പറയുന്ന എക്സൈറ്റ്മെൻറ്റും കൊണ്ടാണ്, വേറെ ഒന്നും പറയാനില്ല. പോയി അബർസാർഫിലേക്ക് കൊണ്ട് മഴ വരുന്നവനെ കൊണ്ട് അതുകൊണ്ട് നമ്മളിവിടുന്ന് പോവാം. ഈ ദൈവം സഹായിച്ച് ഇതുവരെ വണ്ടി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും ഇനിയാണ് കുഴപ്പങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള വഴികൾ മുഴുവൻ അത്യാവശ്യം നല്ല ദുർഘടം പിടിച്ച വഴികളാണ്. പക്ഷെ ഇപ്പം നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒന്നിട്ടില്ല, പക്ഷേ ചെറുതായിട്ട് ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാം വണ്ടി ഓടിച്ചതിൻ്റെ കേട്ടോ. തഴമ്പ് പോയി